അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഈ മഹഫിലിൻ്റെ വേദിയിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. നബി തങ്ങൾക്ക് 40 വയസ്സ് പ്രായമായി. സ്വപ്നത്തിലും ഉണർച്ചയിലുമായി നുബുവത്തിൻ്റെ പല അടയാളങ്ങളും നബി തങ്ങൾ കാണാൻ തുടങ്ങി. അക്കാലത്തെ ഇറാഖുവയിൽ ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യാൻ നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഭക്ഷണം കൊടുക്കാൻ ഭാര്യ ഖദീജ ബീവി കുന്നു കയറി വരുമായിരുന്നു. അങ്ങനെ ഒരു റമദാൻ 17 തിങ്കളാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമായി. ഇഖ്റഇ എന്ന് കൽപ്പിച്ചു. ഞാൻ വായിക്കുന്ന ആളില്ലെന്ന് നബി തങ്ങൾ മറുപടി പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾ അണച്ചു പിടിച്ച് രണ്ടാമതും അതുപോലെ ചോദിച്ചു. നബി തങ്ങൾ അതേ മറുപടി പറഞ്ഞു. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾ അമർത്തി പിടിച്ച് മൂന്നാമതും അങ്ങനെ തന്നെ സംഭവിച്ചു. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ ആദ്യമായി ഖുർആൻ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലസീ ഖലഖ്. നിങ്ങളെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നാമത്തിൽ നിങ്ങൾ വായിക്കുക. ഖുർആൻ ദീർഘമായി ആദ്യമായി ഉണ്ടാകുന്ന അനുപമല്ലേ. നബി വീട്ടിലേക്ക് തിരിച്ചു വന്നു. നബി തങ്ങൾ സെമ്മിലൂനി എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബീവി സ്നേഹത്തിൻ്റെ മധുരമൂറുന്ന പുതപ്പ് കൊണ്ട് നബി തങ്ങളെ മൂടി പുതച്ച് ഉണ്ടായ സംഭവങ്ങളെല്ലാം നബി തങ്ങൾ ബീവിക്ക് വിവരിച്ചു കൊടുത്തു. പ്രബോധനം എന്ന ഭാരമേറിയ ഉത്തരവാദിത്വം തനിക്ക് പൂർത്തീകരിക്കാനാകുമോ എന്ന ആശങ്കയിലായിരുന്നു നബി തങ്ങൾക്ക്. ഖദീജ ബീവി അനുരാഗത്തിൻ്റെ മധുരമൂറുന്ന വാക്കുകൾ കൊണ്ട് നബി തങ്ങളെ ആശ്വസിപ്പിച്ചു. ഇല്ല, അങ്ങ് വിഷമിക്കരുത്, സന്തോഷിക്കുകയാണ് വേണ്ടത്. അള്ളാഹു ആണേ സത്യം, അള്ളാഹു അങ്ങനെ ഒരിക്കലും പ്രയാസപ്പെടുത്തുകയില്ല. കാരണം അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവരല്ലേ, സത്യം മാത്രം പറയുന്നവരല്ലേ, ആരുമില്ലാത്തവർക്ക് അത്താണിയല്ലേ, ഒന്നുമില്ലാത്തവർക്ക് എല്ലാം നൽകുന്നവരല്ലേ. ഒരിണ ആരായിരിക്കണമെന്നും ഭാര്യ ഭർത്താവ് തമ്മിൽ എങ്ങനെയായിരിക്കണമെന്നും മനോഹരമായ ലോകചിത്രത്തെ പഠിപ്പിക്കുകയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി നബി തങ്ങളെയും കൂട്ടി ബീവിൻ്റെ എളാപ്പയുടെ മകനും വലിയ പണ്ഡിതനായിരുന്ന വർഖത്ത് ബിൻ നൗഫലിൻ്റെ അടുക്കിലേക്ക് ചെന്നു. നടന്നതെല്ലാം കേട്ടപ്പോൾ നബി തങ്ങളുടെ മുമ്പിൽ വന്നത് മൂസാ നബിയുടെ അടുത്തു വന്ന താമൂസ് എന്ന മലക്കാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വർഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു കൊടുത്തു. ഇനി സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും പ്രവചിക്കുകയും ചെയ്തു. ജീവിതത്തിലെ വലിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും നബി തങ്ങൾ ധാരാളം പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെയും താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരുന്നത് ഖദീജ ഉമ്മിയായിരുന്നു. ആദ്യമായി പ്രബോധനം തുടങ്ങിയ സമയത്ത് വിശ്വസിച്ച വ്യക്തിയും ഖദീജ റളിയല്ലാഹു അൻഹ. 10 വർഷങ്ങൾക്ക് ശേഷം അഥവാ ഹിജ്റയുടെ 3-ാം വർഷത്തിന് മുമ്പ് ഖദീജ ബീവി വഫാത്തായി. ആ വർഷത്തെ നബി തങ്ങൾ വിളിച്ചത് സങ്കടത്തിൻ്റെ വർഷം എന്നായിരുന്നു. ഖദീജ ബീവി താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരുന്നത് ഇല്ലാതായതിൻ്റെ വിഷമം നബി തങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ഖദീജ ബീവിൻ്റെ പേരിൽ ആടിനറുത്ത് എല്ലാവർക്കും സ്വതക്ക ചെയ്യാറുണ്ടായിരുന്നു. ഭാര്യ ഭർത്താവ് തമ്മിൽ എങ്ങനെയാണ് സ്നേഹവും ബഹുമാനവും നബി ചരിത്രത്തിൽ നിന്ന് പഠിക്കണം. നബി തങ്ങൾ അവരോടൊക്കെ എങ്ങനെയാണ് സ്നേഹിച്ചതും നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, ആമീൻ എന്ന് ദുആവും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.